ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചപ്പാത്തിയും X2-ഉമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ X2 ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ കടല കൊടുത്താണ് സെർവ് ചെയ്യുന്നത്. അപ്പം മുട്ട പുഴുങ്ങി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസുള്ള പൊട്ടറ്റോസ്, അത് ഞാൻ മൈക്രോവേവിലാണ് സ്റ്റീം ചെയ്തെടുത്തത്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് സ്കിന്നൊന്ന് പൊളിച്ച് മാറ്റാം. നന്നായിട്ട് കുക്കാവണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ കുക്കാവുമ്പോൾ. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ടാൽ ബോയിൽ ചെയ്യണമെങ്കിൽ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം ഇത് മാഷ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു ഫോർക്ക് ഉപയോഗിച്ച് തന്നെ മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊട്ടറ്റോയുടെ ആവശ്യമില്ല. നമ്മൾ എത്ര പൊടിയാണോ എടുക്കണത് അതനുസരിച്ച് വേണം നമുക്ക് പൊട്ടറ്റോ ചേർക്കാൻ. ഇപ്പം നമ്മളിത് കുഴച്ച് മാറ്റട്ടെ കേട്ടോ. നമ്മുടെ ഈ ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചിട്ട് വേണം കൈ കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ കട്ടകളൊന്നും പാടില്ല. നമ്മൾ ഇതിനകത്ത് പൊടിയായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ആലു പൊറോട്ടയൊക്കെ കഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് വേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഇതൊന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എക്സ്ട്രാ. അപ്പോൾ ഒരു 200 ml ഗ്ലാസ്സിലാണ് ഞാൻ പൊടി അളന്നെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് അളന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ പൊടി എടുക്കുന്ന അളവിനനുസരിച്ച് വേണം നമുക്ക് പൊട്ടറ്റോ ചേർക്കാൻ. ഇപ്പോൾ 3 ഗ്ലാസ് പൊടി ചേർത്തു കേട്ടോ. 200 ml ആ ഗ്ലാസിൻ്റെ അളവാണ്. അപ്പോൾ 4 ഗ്ലാസ് പൊടി. അപ്പോൾ 4 ഗ്ലാസ് പൊടിക്ക് അപ്പോൾ ഏകദേശം ഒരു 1/4 പോർഷനാണ് ഞാൻ ഇതിൻ്റെ ഇത് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്ത പൊട്ടറ്റോ മുഴുവൻ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചെടുക്കുക. അപ്പോൾ പൊടിയുടെ ഒരു 1/4 ഭാഗം അളവ്, എത്ര പൊടിയാണ് എടുക്കണം അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ പൊട്ടറ്റോ ചേർക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് അളന്നെടുക്കുകയാണെങ്കിൽ ആ 200 ml ഗ്ലാസ്സിൽ 1 കപ്പ് കാണും. അപ്പോൾ ഒരു 1:4 എന്നുള്ള കൺസിസ്റ്റൻസിയാണത്. അപ്പോൾ ഒരുപാട് പൊട്ടറ്റോ ആയി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കുഴച്ച് വരുമ്പോൾ ശരിക്കും കിട്ടത്തില്ല. അപ്പോൾ ആ കൈ കൊണ്ട് നമ്മൾ ഉടച്ചിട്ട് ആ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു. ഒരു മല്ലിയില ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഈ സാധനങ്ങളെല്ലാം കൂടെ കൈ കൊണ്ട് പൊടിയിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കൂടി യോജിപ്പിക്കുക. അതെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇത് കുഴച്ചെടുത്തിട്ട് ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ഇത്തിരി സോഫ്റ്റ് ആവും. ഈ പൊട്ടറ്റോയും ഇലകളും ഒക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ചിലപ്പോൾ വെള്ളം പോലെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുഴച്ച് റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ പാൻ ചൂട്ടാക്കി ചുട്ടെടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ആലു പൊറോട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഡെഫിനറ്റായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും ഈ ചപ്പാത്തിയുടെ ഫ്ലേവർ. നമ്മൾ മല്ലിയിലയും മഞ്ഞൾപ്പൊടിയും പൊട്ടറ്റോ ഒക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടെടുത്താൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും. ഞാനൊരു ഡിന്നറിനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി ഇത് കുഴച്ചെടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. സമയമെടുത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഇച്ചിരി ഒലിവ് ഓയിൽ പുരട്ടി മാറ്റി വെക്കുക. ചട്ടി ചൂടാവുന്ന സമയം കൊണ്ട് ഇത് ചുട്ടും എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സമയം വെക്കരുത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു X2 ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അഞ്ചിക്ക് X2 ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കടലക്കറി എടുത്താണ് കൊടുക്കുന്നത് കേട്ടോ. X2 എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണ് ചപ്പാത്തിക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. X2ന് നല്ലൊരു ഫ്ലേവറല്ലേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ X2ൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ, എങ്കിലും തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, നന്നായിട്ട് കുഴച്ച് ഒരു 10-15 മിനിറ്റ് എടുത്ത് തന്നെ കുഴച്ച് മാറ്റിക്കഴിഞ്ഞു. പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടി. അപ്പോൾ ഇതിനകത്തേക്ക് അല്പം ഒലിവ് ഓയിലും കൂടെ തടവിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ട് തുടങ്ങാം. നോക്കൂ, സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് നമുക്ക് ഇത് തന്നെ ചുട്ടെടുക്കാനും നല്ലതാണ്. പൊട്ടറ്റോയുടെ അളവ് കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് കുഴക്കണ്ട, ജസ്റ്റ് എല്ലായിടത്തേക്കൂടെ ഒന്ന് ആക്കി ഡോവിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം.
അപ്പം ഇതെല്ലായിടത്തേക്കുമായി ഇനി മൂടി വെക്കാം. പാൻ ചൂടാക്കി ചുട്ട് തുടങ്ങാം നമുക്ക്. ചപ്പാത്തി പലകയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് സാധാരണ പോലെ, നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇത് പരത്തി പടപടാ ചുട്ടെടുക്കാം. ഞാൻ വട്ടത്തിൽ തന്നെ സാധാരണ ചപ്പാത്തിയുടെ ഷേപ്പിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുക. രണ്ട് സൈഡിലും നെയ്യ് ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഓവൽ ഷേപ്പോ ചതുരത്തിലുള്ള ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ വീട്ടിലാവശ്യത്തിനാണ് നമുക്ക് സാധാരണ ചപ്പാത്തിയുടെ ഷേപ്പിൽ തന്നെ ചുട്ടെടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡിലും നെയ്യ് ചേർത്ത് മുരിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ആലുവൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എഗ് സ്റ്റൂ കൂടി ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് ആയിട്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ചുട്ട് മാറ്റട്ടെ. ഞാൻ എഗ് സ്റ്റൂവിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ചുട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് എഗ് സ്റ്റൂവും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ ഒന്നും കുഴച്ച് വെക്കരുത്. നമുക്ക് ഈവനിങ് ആണെങ്കിൽ പൊട്ടറ്റയൊക്കെ നേരത്തെ പുഴുങ്ങി വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി സമയം എടുത്ത് ഒരു മീഡിയം ഹീറ്റിലിട്ട് രണ്ട് സൈഡിലും മൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡും കിട്ടും നമ്മുടെ ചപ്പാത്തിക്ക്. അപ്പോൾ ചപ്പാത്തി ഞാനിങ്ങനെ ചുട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളർ വ്യത്യാസം വരുന്നത് കാണാമല്ലോ. മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ചപ്പാത്തി ചുട്ടി മാറ്റി ഞാനൊരു പാൻ ഓണാക്കി അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഞാൻ ഒലിവ് ഓയിലിൽ തന്നെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവർ റിച്ച്നെസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കടുക് പൊട്ടി കഴിയുമ്പോൾ നല്ല വലിപ്പത്തിലുള്ള 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും അരിഞ്ഞ് കിട്ടിക്കോട്ടെ. ഒരുപാട് മസാലയൊന്നും ഇല്ലല്ലോ. നമുക്ക് എഗ്ഗിൻ്റെ സ്റ്റൂ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറുമാണ്. എനിക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പം കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പയ്യൊന്ന് വാടി വരട്ടെ. നിറമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊരു റിച്ച്നെസ് കൊടുക്കാൻ ഞാൻ കുറച്ച് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒനിയൻ നന്നായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ കുറച്ച് കോരി മാറ്റും. ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പോ കോരി മാറ്റി അതൊന്ന് പേസ്റ്റാക്കി എടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കാഷ്യൂ അരച്ച് ചേർക്കുക, എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒനിയൻ ഞാനൊരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തായിരുന്നത് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക ബാക്കിയുള്ള ഒനിയനിലേക്ക്. അതും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്, എരിവിനനുസരിച്ച്. ഞാനൊരു 5-8 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ്. ഇപ്പോൾ എഗ് സ്റ്റൂവിനൊക്കെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം ഒനിയൻസും എഗ്ഗും മാത്രമേ ഉള്ളൂല്ലോ. നീളത്തിൽ മുറിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 5-8 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിനകത്ത് നിൽക്കേണ്ടത്, അതാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. അത് കീറിയിട്ടിട്ട് അതും കൂടെ ഒന്ന് വഴണ്ട് കിട്ടണം. ബാക്കിയുള്ള മുളകും കൂടെ കീറി ചേർക്കാം.
ഇതും കൂടെ ഒന്ന് വഴണ്ട് വിട്ടിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു വലുപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്തിട്ട് ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഞാൻ. തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് കിട്ടണം. ഫ്രൂട്ട്സ് അരിയുന്ന കത്തിയാണ് കേട്ടോ, അതുകൊണ്ടാണ് കൈയൊന്നും മുറിയാതിരിക്കുന്നത്. സാധാരണ കത്തിയാണെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് വഴണ്ട് കിട്ടട്ടെ. അതെല്ലാം കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ചു. തക്കാളി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വലിയ തിക്നെസ്സിലല്ല ഉണ്ടാക്കുന്നത്, അല്പം ഒരു കുറിയ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ. ഞാൻ ഒരുപാട് സെക്കൻഡ് പാലും ഫസ്റ്റ് പാൽ അങ്ങനെ രണ്ടാം പാലോ ഒന്നാം പാലോ അങ്ങനെയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു മീഡിയം കൺസിസ്റ്റൻസിൽ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒരര ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുത്താൽ ഗ്ലാസും കൂടി ഒന്ന് കഴുകിയിട്ട് ഒഴിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ തിക്കായിട്ടുള്ളൊരു സ്റ്റൂ ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒനിയനൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ അതിനൊരു തിക്നെസ് കൊടുക്കും ഗ്രേവിക്ക്. അപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിള വന്നാൽ മതി. നമുക്ക് ഗ്രേവിയൊക്കെ കുറുകി, പ്രത്യേകിച്ച് നമ്മൾ ആ ഒനിയനൊക്കെ ഇത് ചെയ്തുകൊണ്ട് കറി ലീവ്സ് ഷെഫുള്ള പറയുമ്പോൾ വാരി വിതറാനൊന്നും നമുക്കില്ല. ഇവിടെ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ചില്ലി കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടി ഒരു ഫ്ലേവർ കിട്ടും. അതെല്ലാം കൂടെ കൂടി യോജിപ്പിച്ചു മുട്ട സ്റ്റൂവും റെഡി. അപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ബൈ.